ഹായ്, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ് ഉദ്ഗ്രഥിതം പരീക്ഷയുടെ 2-ാം ദിവസത്തെ ചോദ്യപേപ്പർ വിശകലനം ചെയ്താലോ? അതിനായി ആദ്യത്തെ ആഖ്യാനം വായിക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ ആഖ്യാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 2-ാം ദിവസത്തെ പ്രവർത്തനങ്ങളിലും വരുന്നത്. അതിൽ 5-ാമത്തെ പ്രവർത്തനത്തിൽ വരുന്നത്, പട്ടത്തിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന് ആകാശത്തിലൂടെ പറക്കുന്ന കൂട്ടുകാരെ ഓർമ്മയില്ലേ? അവർ ആരൊക്കെയാണെന്ന് കുട്ടികളോട് ചോദിക്കുന്നു. കുട്ടികൾ അത് ഓർത്ത് പറയുന്നു. അല്ലെങ്കിൽ 5-ാമത്തെ പ്രവർത്തനത്തിലെ ചിത്രം നോക്കി അവർ പറയുന്നു പുഴുക്കൾ, വണ്ടുകൾ, ഉറുമ്പുകൾ എന്ന്. ഇനി പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. 5-ാമത്തെ പ്രവർത്തനം വാലിലും ചിറകിലും എന്നതാണ്. എണ്ണി എഴുതൂ. പുഴുക്കൾ, ഉറുമ്പുകൾ, കുഞ്ഞൻ വണ്ടുകൾ എന്നിവയെ എണ്ണി എഴുതാനാണ് പ്രവർത്തനം. പുഴുക്കൾ എന്നെഴുതിയതിനു നേരെയുള്ള കളത്തിൽ പുഴുക്കളുടെ എണ്ണം എണ്ണി എഴുതുന്നു. ഉറുമ്പുകൾ എന്നെഴുതിയതിനു നേരെയുള്ള കളത്തിൽ ഉറുമ്പുകളെ എണ്ണി എഴുതുന്നു. കുഞ്ഞൻ വണ്ടുകൾ എന്നെഴുതിയതിന് നേരെയുള്ള കളത്തിൽ കുഞ്ഞൻ വണ്ടുകളെയും എണ്ണി എഴുതുന്നു. ഇനി ജീവികളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ എന്നതാണ് അടുത്തതായി വരുന്നത്. അതിൽ ജീവികളുടെ എണ്ണം എണ്ണി എഴുതിയത് നോക്കി അവ ചെറുതിൽ നിന്നും വലുതിലേക്ക് കുട്ടികൾ കണ്ടെത്തി എഴുതുന്നു. 3 ജീവികളുടെ കൂട്ടങ്ങളെയും ശരിയായി എണ്ണി എഴുതിയാൽ 3 സ്കോർ ലഭിക്കുന്നതാണ്. സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിച്ചാൽ സ്കോർ 2 ലഭിക്കും. അങ്ങനെ ആകെ 5 സ്കോർ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 6 തുടങ്ങുന്നതിന് മുമ്പ് ആഖ്യാനം ടീച്ചർ വായിക്കുന്നു. പട്ടം പറന്നു പറന്ന് രവിയുടെ സ്കൂളിൻ്റെ അടുത്തെത്തി. അവിടെ എല്ലാവരും സങ്കടത്തിലാണ്. എന്തായിരിക്കും കാരണം? കുട്ടികൾ അവരുടെ പ്രതികരണം വിളിച്ചു പറയുന്നു. അതെ, അവർ ഉണ്ടാക്കിയ പട്ടം ചരട് പൊട്ടി പറന്ന് പറന്ന് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആമി ആകാശത്തേക്ക് നോക്കി. കൂട്ടുകാരെ, അതാ നമ്മുടെ പട്ടം! അവൾ ആർത്തു ചിരിച്ചു. എല്ലാവരും ആകാശത്തേക്ക് നോക്കി കയ്യടിച്ചു. ഞങ്ങളുടെ പട്ടം പറന്നു വരുന്നേ! പട്ടം സാവധാനം പറന്നിറങ്ങി. കുട്ടികൾ പട്ടത്തിനടുത്തെത്തി. ആമി പട്ടം എടുത്തു. അയ്യേ, ഉറുമ്പുകളും പുഴുക്കളും! അവൾ പട്ടം കുടഞ്ഞു. ഉറുമ്പുകളും പുഴുക്കളും തെറിച്ചുപോയി. പട്ടവുമെടുത്ത് അവർ ക്ലാസ്സിലെത്തി. പുതിയ ചരട് കെട്ടി നാളെ പറത്താം. അവർ പട്ടം ജനലിൽ തൂക്കിയിട്ടു. അപ്പോഴാണ് അവർ ദൂരെ നിന്ന് കുറേ പക്ഷികളുടെ കലപില കേട്ടത്. അവർ ക്ലാസ്സിന് പുറത്തേക്ക് നോക്കി. അയ്യോ, ഇതേതു പക്ഷികളാ? കുട്ടികളുടെ കൗതുകം കണ്ട് ടീച്ചറും എത്തി. ഇവ ദേശാടന കിളികളാ. അവർ കണ്ട കിളിയുടെ ചിത്രം നോക്കൂ. ഇനി വർക്ക്ഷീറ്റ് 6 എഴുതിയ പേജ് എടുക്കുന്നു. പ്രവർത്തനം 6, പറവകൾ. ഇതിൽ വായിക്കൂ എന്ന ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതിൽ ഒരു പക്ഷിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ആ പക്ഷിയെക്കുറിച്ച് ഒരു കളത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നു. നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. ഇതാണ് ആ കള്ളിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അതിനു താഴെ വായിക്കൂ, വരച്ച് യോജിപ്പിക്കൂ എന്ന പ്രവർത്തനം കുട്ടികൾ സ്വയം ചെയ്യാനാണ്. അവിടെ കാക്ക, പരുന്ത്, തത്ത, തേൻകുരുവി എന്നിവയുടെ ചിത്രങ്ങളാണ്
നൽകിയിട്ടുള്ളത്. അവരുടെ നടുവിലായി കുറേ കള്ളികളും അവയിൽ ചെറിയ ചെറിയ വാക്യങ്ങളും തന്നിട്ടുണ്ട്. ഈ ചെറിയ വാക്യങ്ങൾ ഈ പക്ഷികളെ കുറിച്ചുള്ളതാണ്. അവ ഏതു പക്ഷിയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ പച്ച നിറം, അരി തിന്നും, തേൻ കുടിക്കും, മീൻ തിന്നും, വളഞ്ഞ ചുണ്ട്, വീട്ടിൽ വളർത്തും എന്നീ വാക്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് ഇവിടെ തന്നിരിക്കുന്ന പക്ഷികളെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. ഇനി ഓരോന്നും ഏതു പക്ഷിയുമായി യോജിച്ചതാണെന്ന് കുട്ടികൾ കണ്ടെത്തി വായിച്ച് വരച്ച് യോജിപ്പിക്കുന്നു. ഇനി താഴെ തന്നിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഒഴിഞ്ഞ കളത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പക്ഷിയുടെ പേരെഴുതി സവിശേഷതയിലേക്ക് വരച്ച് യോജിപ്പിക്കാൻ നിർദ്ദേശം നൽകണം. കഴിയുമെങ്കിൽ പക്ഷിയുടെ ചിത്രവും വരയ്ക്കട്ടെ. ഇതാണ് കുട്ടികൾ പിന്നീട് ചെയ്യേണ്ടത്. ഇതിന് 4 പക്ഷികൾക്കും യോജിച്ച ഓരോ സവിശേഷത കണ്ടെത്തി വരച്ച് യോജിപ്പിച്ചാൽ 4 സ്കോർ ലഭിക്കും. സ്വന്തമായി ഒരു പക്ഷിയുടെ പേരെഴുതി സവിശേഷതയിലേക്ക് വരച്ചാൽ 1 സ്കോറും ലഭിക്കും. ആകെ 5 സ്കോർ ഈ പ്രവർത്തനത്തിന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് 7ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. പട്ടത്തിന് സങ്കടമായി. അത് ജനലിൽ അനങ്ങാതെ കിടന്നു. അപ്പോഴാണ് റീന ടീച്ചർ വർണ്ണക്കടലാസുമായി വന്നത്. കുട്ടികൾക്ക് പട്ടമുണ്ടാക്കാൻ പഠിപ്പിച്ചത് റീന ടീച്ചറാണ്. ടീച്ചർ ഇന്നെന്താ ഉണ്ടാക്കുന്നത്? കുട്ടികൾ ഒരൊറ്റ ശബ്ദത്തിൽ ചോദിച്ചു. എന്തു വേണം? ദാ ആ വലിയ കിളിയെപ്പോലൊരു കിളി. ദേശാടനക്കിളിയെ ചൂണ്ടി എല്ലാവരും ഉറക്കെ പറഞ്ഞു. അതിനെന്താ, ഇപ്പം ശരിയാക്കാം. ടീച്ചർ എല്ലാവർക്കും കടലാസുകൾ കൊടുത്തു. കുട്ടികൾ ടീച്ചർ പറഞ്ഞതുപോലെ കടലാസ് മടക്കി. ദാ ഒന്നാന്തരം പക്ഷി, ഇനിയൊരു കുട, ഇനിയൊരു കുപ്പായം. കുട്ടികൾ കലപില കൂട്ടി. ശരി, എല്ലാം തയ്യാറാക്കാം. ടീച്ചർ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി. കളിപ്പാട്ടങ്ങൾ എടുത്ത് അവർ പാട്ടുപാടാൻ തുടങ്ങി. അവർ പാടിയ പാട്ട് കേൾക്കണ്ടേ? നമുക്കും പാടിയാലോ? ഈ ആഖ്യാന അവതരണത്തിന് ശേഷം വർക്ക്ഷീറ്റ് 7 എടുക്കാൻ പറയുന്നു. കളി കളി കളിപ്പാട്ടം എന്നതാണ് പ്രവർത്തനം 7ൻ്റെ പേര്. പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. ഇതാണ് ചെയ്യേണ്ടത്. ഇത് മലയാളവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനു മുൻപേ കിളികളുടെ പ്രവർത്തനം ചെയ്തല്ലോ, അത് EVSുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പരിസര പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി പ്രവർത്തനം 7 കളി കളി കളിപ്പാട്ടം എന്ന പ്രവർത്തനത്തിലേക്ക് പോകാം. അവിടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അതൊന്ന് പാടി നോക്കാം. കളി 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 ചിരി, ചിരി ചിരി കളി ചിരി, കളി ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ തന്നിട്ടുണ്ട്. ഓല കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാണ്. അതുപോലെ വരികൾ ചേർക്കാനുള്ളതാണ് താഴെ തന്നിരിക്കുന്നത്. അവിടെ കളിപ്പന്ത്, ഓലപ്പന്ത് തന്നിട്ടുണ്ട്, ഓലപ്പങ്ക തന്നിട്ടുണ്ട്, വണ്ടി, വാച്ച്, ഓലപ്പീപ്പി, ഓലക്കണ്ണട, ഓലപ്പാമ്പ് എന്നിവയാണ് തന്നിട്ടുള്ളത്. ഇവയുടെ പേര് വെച്ച് വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. 2ാമത്തെ ഖണ്ഡികയിൽ കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം. ഇനി 4ാമത്തെ വരിയിലാണ് പുതിയ വരി കൂട്ടിച്ചേർക്കേണ്ടത്. അത് പീപ്പിയാണേ കളിപ്പാട്ടം എന്നാവാം, വണ്ടിയാണേ കളിപ്പാട്ടം എന്നാവാം, വാച്ചാണേ കളിപ്പാട്ടം എന്നാവാം
ഏതും എഴുതിയാൽ മാർക്ക് ലഭിക്കും. ഇനി അവസാനത്തെ 4 വരിയിലും കുട്ടികൾ സ്വന്തമായി എഴുതണം. ആദ്യത്തെ വരിയിൽ തന്നിരിക്കുന്ന 3 വരികൾ തന്നെയാണ് അവസാനത്തെ 4 വരിയിലെ 3 വരിയിൽ എഴുതേണ്ടത്. കളി കളി കളിച്ചിരി ചിരി ചിരി കളിച്ചിരി കളിച്ചിരി നല്ല കളിപ്പാട്ടം. ഇനി അവസാനത്തെ 4-മത്തെ വരിയിൽ കണ്ണടയാണേ കളിപ്പാട്ടം, പന്താണേ കളിപ്പാട്ടം, ഏതും എഴുതാം. കുട്ടികൾ അക്ഷരത്തെറ്റില്ലാതെ വാക്കകലം പാലിച്ച് എഴുതേണ്ടതാണ്. കുട്ടികൾ ഈണം, താളം എന്നിവ പരിഗണിച്ച് കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്താൽ 2 സ്കോർ ലഭിക്കും. തെളിവെടുത്ത് എഴുതാനുള്ള വരികൾ കണ്ടെത്തി എഴുതിയാൽ, അതായത് മുകളിൽ തന്നിരിക്കുന്ന 3 വരികൾ അതുപോലെ നോക്കി എഴുതുന്നതാണ് തെളിവെടുത്തെഴുത്ത് എന്ന് പറയുന്നത്. അത് കണ്ടെത്തി എഴുതാൻ കഴിയുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് കണ്ടെത്തി എഴുതാൻ കഴിയും. അങ്ങനെ എഴുതിയാൽ 1 സ്കോർ ലഭിക്കും. വരികൾ തമ്മിൽ ആശയത്തുടർച്ചയായാൽ 1 സ്കോർ. പിന്നീട് അക്ഷരത്തെറ്റില്ലാതെ വാക്കകലം പാലിച്ചെഴുതിയാൽ 1 സ്കോർ. ആകെ 5 സ്കോർ ലഭിക്കുന്നതാണ്. ഇനി 8-മത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. 8-മത്തെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ആഖ്യാനമാണ് വരുന്നത്. പമ്പരം ഉണ്ടാക്കിയവർ പമ്പരവുമെടുത്ത് പുറത്തേക്കോടി. കാറ്റിൽ പമ്പരം കറക്കി. വിമാനം ഉണ്ടാക്കിയവർ അത് മുകളിലേക്കെറിഞ്ഞു. അതിനൊപ്പം ഓടി. കളിവണ്ടി വലിച്ചും വായ്ത്താരി പാടിയും അവർ മൈതാനത്ത് കളിച്ചു തിമിർത്തു. ആമിയും കൂട്ടുകാരും നാരങ്ങപ്പാല് പാടിക്കളിച്ചു. ഇതിനിടയിൽ രവി പട്ടത്തിന് പുതിയ ചരട് കെട്ടി. അവൻ പട്ടവുമായി മൈതാനത്ത് എത്തി. പട്ടവും ഒരു കുട്ടിയെപ്പോലെ ആകാശത്ത് തുള്ളിച്ചാടി. കുട്ടികൾ കളിക്കുന്ന ആ സ്ഥലം കാണണ്ടേ? കളികൾ കാണണ്ടേ? ഇനിയാണ് വർക്ക്ഷീറ്റ് 8, അതായത് പ്രവർത്തനം 8 പരിചയപ്പെടുത്തുന്നത്. പ്രവർത്തനത്തിൻ്റെ പേര് കളികൾ. അവിടെ പലതരം കളികൾ കുട്ടികൾ കളിക്കുന്നത് ചിത്രത്തിലുണ്ട്. ഇനി അതിന് താഴെ വായിക്കൂ എന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 2 കള്ളികളിലായി വിവിധ തരം കളികളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. കളികളുടെ പേരുകൾ: ക്രിക്കറ്റ്, ഒളിച്ചുകളി, കബഡി, പന്തുകളി, കഞ്ഞിയും കറിയും വച്ചുകളി, കുളം കര, ചാടിക്കളി, ക്യാരം ബോർഡ്, പാമ്പും കോണിയും, തൊട്ടുകളി. ഇവയാണ് കളികളുടെ പേരുകൾ. ഇനി ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ശരി അടയാളം ഇടാനാണ് പ്രവർത്തനത്തിലെ ചോദ്യം. കുട്ടികൾ ഈ കളികളുടെ പേരുകൾ വായിക്കുന്നു. കളി ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് നേരെ ശരി അടയാളം ഇടുന്നു. ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത 5 കളികൾക്ക് ശരി അടയാളം നൽകിയാൽ 5 സ്കോർ ലഭിക്കുന്നതാണ്.